നല്ലൊരു ബിരിയാണി വെക്കാം. ചെമ്മീൻ ബിരിയാണിയാണ് വെക്കുന്നത്. പൊടിച്ചെമ്മീൻ ബിരിയാണി എന്ന് നമുക്ക് വിളിക്കാം. കാരണം ഇത് പൊടിച്ചെമ്മീൻ ഇട്ടിട്ടാണ് കേട്ടോ ഈ ബിരിയാണി വെക്കുന്നത്. സാധാരണ നമ്മൾ വലിയ ചെമ്മീൻ ഇട്ടല്ലേ ബിരിയാണി വെക്കാറ്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിച്ചെമ്മീൻ കിട്ടിയപ്പം ഒന്ന് ബിരിയാണി വെച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ റൈസിലേക്ക് ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞെടുക്കണം. ക്ലീൻ ചെയ്ത ചെമ്മീൻ മേടിച്ചിട്ടുണ്ടാക്കുക കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. എൻ്റെ സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പകുതി നാരങ്ങാ നീര്, ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഒരുപാട് മസാലയൊന്നും ഇടരുതേ. ഇതുപോലെ സിമ്പിളായിട്ട് വേണം മാരിനേഷൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബിരിയാണി വെക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ബിരിയാണി പോട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം. ഒരുപാട് ഫ്രൈ ഒന്നും ആയി പോകണ്ട കേട്ടോ. ചെമ്മീൻ വെന്ത് അതിൽ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ചെമ്മീനൊന്ന് കോരി വേറെ പാത്രത്തിൽ വെച്ചു. ഇനി ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്ന് മൂത്തതിന് ശേഷം 2 സവാള നീളത്തിൽ കട്ട് ചെയ്തും ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാം. ഒരു 20 മിനിറ്റെങ്കിലും സോക്ക് ചെയ്തെടുക്കണേ. ഞാനിവിടെ കൈമാ റൈസ് എടുത്തിട്ടുള്ളത്. അതാണ് കേട്ടോ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. അപ്പം അരി നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സവോള വാടി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് ഒന്നുകൂടെ വഴറ്റാൻ അടച്ചു വെച്ച് ഇനി ചോറൊന്ന് വേവിച്ചെടുക്കാം. പാനിലേക്ക് നെയ്യും ഓയിലും ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തു. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് അരി വെള്ളം കളഞ്ഞിട്ടൊന്ന് ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ആ നെയ്യിൽ കിടന്ന അരിയൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അരിക്ക്. ഇനി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഉപ്പിട്ട് കൊടുത്തു. നാരങ്ങ ഒരു പകുതി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അതൊക്കെ കൊണ്ട് നമ്മുടെ റൈസ് വെന്ത് കിട്ടും. തക്കാളി സവോളയൊക്കെ വാടി വന്നതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല കുറച്ച് വീതം മതി കേട്ടോ പൊടികൾ. അത് ചേർത്ത് കൊടുത്തു. നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി. ഈ സമയം കൊണ്ട് നമ്മുടെ ചോറും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോറൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ മസാലയും ചോറും ഒക്കെ സെറ്റായി നമുക്ക് ദം ചെയ്തെടുക്കാം. ആ ചെമ്മീൻ മസാലയിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് മല്ലിയില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, അതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് വീതം രണ്ടും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് പകുതി മസാല നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി പകുതിയിലേക്ക് കുറച്ച് കാഷ്നട്ട്, റൈസിൻസ്, സവോള ഇത്രയും വറുത്തെടുത്തതാണ്. അത് കുറച്ച് വീതം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടും. കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ഗ്ലാസ് മതി. കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ പകുതി ചോറിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പകുതി മസാലയും നേരത്തെ ഇട്ട പോലെ തന്നെ കാഷ്നട്ട്, സവോള, റൈസിൻസ് അതുകൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ബാക്കി ചോറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിലും നെയ്യ് ഒഴിച്ച് കാഷ്നട്ട്, റൈസിൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ.